33.5 വയസ്സിൽ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ നിവർത്തിച്ച് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ തൻ്റെ ശുശ്രൂഷ കാലയളവിൽ തൻ്റെ ശിഷ്യർക്ക് യേശു പകർന്നു കൊടുത്തത് വിശ്വാസമാണ്. ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും യേശുവിൻ്റെ ഹൃദയത്തിലെ താല്പര്യം അവർ ഇപ്പോൾ വിശ്വസിക്കും എന്നായിരുന്നു. അവർ വിശ്വസിക്കുവാനിടയാകുമല്ലോ എന്നായിരുന്നു. ഗതസമന തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. യേശുവിന് സന്തോഷമായി. അതിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്. എന്നാൽ യേശുവിനെ അവർ ക്രൂശിച്ചു. യേശു ക്രൂശിൽ മരിച്ചു. 3-ാം നാൾ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാരൊക്കെ യേശുവിനെ വിട്ട് അകന്നുപോയി. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവർ പഴയ ആ ജോലിയിലേക്കൊക്കെ തിരിഞ്ഞു. യേശു അവർക്ക് പലവട്ടം പ്രത്യക്ഷനായി. അടിസ്ഥാനമിട്ട് പണിത ഒരു പണിയാണ്. അതൊരിക്കലും പാഴാകില്ല. പാഴാകാൻ ദൈവം സമ്മതിക്കില്ല. നാളുകളായി ദൈവം നിങ്ങളുടെ പുറകെ തൻ്റെ ദൂതന്മാരെ അയച്ച് നിങ്ങൾ ഉറപ്പിച്ചത് ശക്തീകരിച്ചതൊന്നും പാഴായി പോകാനല്ല, അടിസ്ഥാനമിട്ട് പണിയാൻ വേണ്ടി തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ അടുക്കലേക്ക് യേശു പിന്നെയും വരികയാണ്. അവരെ ഉറപ്പിക്കുക. സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് യേശു കർത്താവ് അവരോട് പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളൊക്കെ നടക്കും. വിശ്വസിക്കുന്നവരാൽ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ചെറിയ കാര്യമല്ല. വിശ്വസിക്കണം. വിശ്വാസമുണ്ടോ? വിശ്വസിക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ ആടുകളാണ്, ഞാൻ ഇടയനാണ്. വിട്ടുപിരിയാനാകാത്തൊരു ബന്ധം. യേശു പിന്നെയും പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാണ്. അത്ര പറ്റിച്ചേർന്നൊരു ബന്ധം. കൂടെയുണ്ടെന്നാണ് പറഞ്ഞത്, കൈവിടില്ലെന്നാണ് പറഞ്ഞത്. അത്ര അടുത്താണെന്ന് പറഞ്ഞ് വിശ്വസിക്കണം. ഞാൻ കൂടെയുണ്ട്, ധൈര്യമായിട്ട് പൊക്കോ. വചനം വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചോ, ഞാൻ കൂടെയുണ്ട്. അങ്ങനെ യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷയുടെ തലങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറയുടെ ഭാവി അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കണം. യേശുവിന് ഒടുവിലും അവരോട് പറയാൻ ഒരു സന്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. വിശ്വസിക്കുന്നവരാൽ ഇതൊക്കെ നടക്കും. ഒരിക്കലും വിശ്വാസം കളയരുത്. ദൈവത്തെ നമ്മൾ ആരും കാണുന്നില്ലല്ലോ. നമുക്ക് വചനം മാത്രമേ ഉള്ളൂ. ആ ശബ്ദമാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, വേറെ ഒന്നുമില്ല. സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന പോലെ ഈ ശബ്ദം കേട്ടിട്ടാണ്. വിശ്വസിക്കണം. ദൈവം കൂടെയുണ്ട്. നിങ്ങളുടെ പ്രവൃത്തിയോടുകൂടെയുണ്ട്. നിങ്ങളുടെ ഓരോ ചുവടിലുമുണ്ട്. കൈവിടില്ല, ഒരിക്കലും കൈവിടില്ല. വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് പരിശോധിക്കാം. വിശ്വസിക്കാം. വിശ്വാസത്തോട് വീര്യം കൂട്ടാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.